അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ തദബ്ബുറോടുകൂടി അർത്ഥവും ആശയവും ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് പഠിക്കുന്ന ഒരു സദസ്സിലാണ് ഞാനും നിങ്ങളുമുള്ളത്. അള്ളാഹു ഇതിനെ വലിയൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ അംബിയാഇൻ്റെ 31 ആയത്തുകൾ അൽഹംദുലില്ലാഹ് ഇതിനകം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത ആയത്തിൻ്റെ ആശയം തന്നെയാണ് 32ാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അതായത് ആകാശങ്ങളും ഭൂമിയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൃഷ്ടിച്ചു തന്നു എന്നത് വലിയൊരു അനുഗ്രഹമായി എടുത്തു പറയുകയും ആ ഭൂമി നമ്മളെയും കൊണ്ട് ചായ്ഞ്ഞു പോകാതിരിക്കാൻ അവൻ പർവ്വതങ്ങളെ സ്ഥാപിച്ചിരിക്കുകയാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തതിന് ശേഷം ആകാശത്തെ അവൻ സുരക്ഷിതമായ സംരക്ഷിതമായ ഒരു മേൽപ്പുരയാക്കിയിട്ടുണ്ട് എന്ന കാര്യമാണ് ഉണർത്തുന്നത്. കഴിഞ്ഞ 1-2 ആയത്തുകൾ, അതായത് 30, 31 എന്നീ ആയത്തുകളിൽ ആകാശവും ഭൂമിയും ഒന്നായിരുന്നുവെന്നും പിന്നീട് അതിനെ അള്ളാഹു പിളർത്തി തന്നു എന്നും, ആകാശം പിളർന്ന് മഴ പെയ്തുവെന്നും ഭൂമി പിളർന്ന് സസ്യങ്ങൾ മുളച്ചു എന്നുമൊക്കെ പഠിപ്പിക്കുന്ന 30ാമത്തെ ആയത്ത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം 31ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം, വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുല, പർവ്വതങ്ങളിലും നിങ്ങൾക്ക് വലിയ വലിയ വഴികൾ അവൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ലഅല്ലഹും യഹ്തദൂൻ, നിങ്ങൾക്ക് മാർഗം കണ്ടെത്താൻ സഹായിക്കുന്ന വലിയ വഴികൾ പർവ്വതങ്ങളിലൂടെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുണ്ട് എന്ന കാര്യവുമാണ്. ഇൻഷാ അല്ലാഹ് 32ാമത്തെ ആയത്ത് അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്ക് വേഗത്തിൽ പറഞ്ഞ് 33 മുതലുള്ള ആയത്തുകൾ വിശദീകരിക്കാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം 32ാമത്തെ ആയത്ത് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅൽന السماء سقفا محفوظا وهم عن آياتها معرضون. വജഅൽന, നാം ആക്കിയിട്ടുണ്ട്, അസ്സമാഅ, ആകാശത്തെ, സഖ്ഫൻ, മേൽപ്പുരയാക്കിയിട്ടുണ്ട്, മേൽക്കൂരയാക്കിയിട്ടുണ്ട്, മഹ്ഫൂള, സംരക്ഷിതമായ, നമ്മുടെ തലയിലേക്ക് പൊട്ടിച്ചാടാത്ത, തകർന്നു വീഴാത്ത, നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു മേൽപ്പുരയായി ആകാശത്തെ അള്ളാഹു സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. അതാണ് അള്ളാഹു ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. വജഅൽന السماء سقفا محفوظا, ആകാശത്തെ ഭൂമിയെയും സംബന്ധിച്ച് നമ്മൾ മുമ്പ് വിശദമായി പറഞ്ഞതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ ആകാശം നമ്മുടെ മേൽ അള്ളാഹു സംവിധാനിച്ചതിനുള്ള ഒരു ഹിക്മത്ത് പറയാണ്. അത് അവൻ തന്നിട്ടുള്ളത് ഒരു മേൽപ്പുരയായിക്കൊണ്ടാണ്. നമ്മുടെ തലയിലേക്ക് ഒന്നും ചാടാതിരിക്കാൻ മുകളിൽ എന്തെങ്കിലും ഒരു സംരക്ഷണമുണ്ടെങ്കിൽ വലിയ സൗകര്യമാണ്, അല്ലേ? നമ്മുടെ വീടിന് മേൽക്കൂരയില്ലെങ്കിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചേക്കാം. എന്നാൽ നമ്മെ സംരക്ഷിക്കുന്ന ഒരു മേൽക്കൂരയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ആകാശമേലാപ്പ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. ഒരു വിടവില്ലാത്ത,
ഒരു ന്യൂനത ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വിധത്തിലാണ് ആകാശത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. സൂറത്തു ഖാഫ് 50-ാം അധ്യായം 6-ാം വചനം അള്ളാഹ് ചോദിക്കുന്നുണ്ട്, അഫലം യൻളുറു ഇലസ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യൻനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ഈ ആളുകൾക്കൊന്ന് നോക്കിക്കൂടെ? ഇലസ്സമായി ആകാശത്തേക്ക്, ഫൗഖഹും അവരുടെ മുകളിലുള്ള, കൈഫ ബനൈനാഹാ എങ്ങനെയാണ് നാം അതിനെ സൃഷ്ടിച്ചതെന്ന്, വസയ്യൻനാഹാ എങ്ങനെയാണ് നാം അതിനെ അലങ്കരിച്ചു വെച്ചതെന്ന്, വമാ ലഹാ മിൻ ഫുറൂജ് ഒരു ന്യൂനതയും ആ ആകാശത്തിന് ഒരു വിടവും നിങ്ങൾക്ക് കാണുക സാധ്യമല്ല. അപ്പോൾ എന്തൊരു ഭംഗിയാണ് യഥാർത്ഥത്തിൽ ആകാശം, പ്രത്യേകിച്ച് രാത്രിയിൽ, നിലാവുള്ള രാത്രിയിൽ മുകളിലേക്ക് അങ്ങ് നോക്കിയാൽ ആ നക്ഷത്രങ്ങൾ, തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളോടുകൂടി ആകാശത്തെ കാണാൻ വസയ്യന്നാഹ എന്ന് അവിടെ പറഞ്ഞു, ഭംഗിയായി മൊഞ്ചാക്കി വെച്ചിരിക്കുക. ഈ ആയത്തിന് വിശദീകരിക്കുമ്പോൾ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ വഹും അൻ ആയാതിഹ മുഅ്രിളൂൻ, ഇവിടെ ആയാതിഹ എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശത്തിലെ ദൃഷ്ടാന്തങ്ങളാണ്. ആ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ആകാശത്തുള്ള ഓരോന്നിനെക്കുറിച്ചും അവരൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുന്നതിന് പകരം മുഅ്രിളൂൻ അവർ പോയി പോവുകയാണ്, തിരിഞ്ഞു പോവുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ഈ ഭാഗം വിശദീകരിക്കുമ്പോൾ പറഞ്ഞു, അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യതഫക്കറൂന ഫീമാ ഖലഖല്ലാഹു ഫീഹ, ആകാശത്ത് അള്ളാഹു സൃഷ്ടിച്ചതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. മിനത്തിസാഇൽ അളീം, അതിൻ്റെ ആ വിശാലമായ അളവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചൂടെ. വൽ ഇർത്തിഫാഇൽ ബാഹിർ, എത്ര ശക്തമായിട്ടാണ് ആ ആകാശത്തെ അവൻ ഉയർത്തിവെച്ചത് എന്ന്. വമാ സുയ്യിനതു ബിഹി മിനൽ കവാകിബി, നക്ഷത്രങ്ങളെ കൊണ്ട് എന്തൊരു ഭംഗിയാണ് ആകാശത്തിന് അള്ളാഹു കൊടുത്തത്. സഞ്ചരിക്കുന്നതും ഉറച്ചു നിൽക്കുന്നതുമായ എത്രയെത്ര നക്ഷത്രങ്ങളുണ്ട്. രാവിലും പകലിലും ആകാശം വേറെ വേറെ രൂപത്തിലാകുന്നത് അവർക്കൊന്ന് ചിന്തിച്ചുകൂടെ എന്നൊക്കെയാണ് ആയത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ വഹും അൻ ആയാതിഹ മുഅ്രിളൂൻ. ആകാശ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ അകന്നു പോവുകയാണല്ലോ അവർ ചെയ്യുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികം വിശദീകരിക്കണില്ല, ഒന്നുകൂടി ആയത്തും അർത്ഥം നോക്കുക, എന്നിട്ട് അടുത്ത ആയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാം. ആകാശത്തെ നാം ആക്കിയിട്ടുമുണ്ട് സഖ്ഫം മഹ്ഫൂള, സംരക്ഷിതമായ ഒരു മേൽപ്പുര. വഹും അൻ ആയാതിഹാ മുഅ്രിളൂൻ, അവരാകട്ടെ അതിലെ ദൃഷ്ടാന്തങ്ങൾ ശ്രദ്ധിക്കാതെ തിരിഞ്ഞുകളയുകയാണ്. വഹും അൻ ആയാതിഹാ, അവരാകട്ടെ ആകാശത്തിലെ ദൃഷ്ടാന്തങ്ങളെ പറ്റി മുഅ്രിളൂൻ, ശ്രദ്ധിക്കാതെ തിരിഞ്ഞുകളയുകയാണ്. എന്തിനാ ഇതൊക്കെ പറയുന്നത്? നമ്മൾ പറഞ്ഞു ഉലൂഹിയത്തിനെ സ്ഥാപിക്കാൻ റുബൂബിയത്തിനെ കുറിച്ച് പറയാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് സ്ഥാപിക്കാൻ അള്ളയാണ് ആകാശങ്ങളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് ഭൂമിയെ സംവിധാനിച്ചത്, അള്ളാഹുവാണ് ആകാശത്തു നിന്ന് മഴ പെയ്യിപ്പിച്ചത്, അള്ളാഹുവാണ് സസ്യങ്ങൾ മുളപ്പിക്കുന്നത്, അള്ളാഹുവാണ് ഉറച്ച പർവ്വതങ്ങളെ ആണികൾ എന്നോണം സ്ഥാപിച്ചത് എന്നൊക്കെ പറഞ്ഞത് ആ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, ആ അള്ളാഹുവിൻ്റെ മുന്നിൽ മാത്രമേ സുജൂദ് ചെയ്യാവൂ, തൻ്റെ സങ്കടവും പ്രയാസവും റബ്ബിൻ്റെ മുന്നിൽ മാത്രമേ അവതരിപ്പിക്കാവൂ, അഭൗതികമായ നിലക്കുള്ള ഗുണം പ്രതീക്ഷിക്കൽ ആ അള്ളാഹുവിൽ നിന്ന് മാത്രമായിരിക്കണം, അഭൗതികമായ നിലക്ക് ദോഷം ഭയപ്പെടേണ്ടത് ആ റബ്ബിൽ നിന്ന് മാത്രമായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ് റുബൂബിയത്തിനെ ഇങ്ങനെ സ്ഥാപിക്കുന്നത്. അടുത്ത ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചിട്ടുള്ള 4 ദൈവിക ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറയുകയാണ്. റുബൂബിയത്തിനെ ഒന്നുകൂടി സ്ഥാപിക്കാൻ പ്രധാനപ്പെട്ട 4 ദൃഷ്ടാന്തങ്ങളാണ് അടുത്ത ആയത്തിൽ വരുന്നത്. 33-ാമത്തെ ആയത്തിലേക്ക് നോക്കുക. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. ഖുർആനിൽ പല തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു വിഷയമാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ളത്. എന്താണ്? ഹുവല്ലദി, അവൻ തന്നെയാണ്, അവനാണ് ഖലഖൽ ലൈല,
രാത്രിയെ സൃഷ്ടിച്ചത്, വൻ നഹാറ പറളിൻ പകലിനെ സൃഷ്ടിച്ചത്, വശംസ സൂര്യനെ സൃഷ്ടിച്ചത്, വൽ ഖമറ ചന്ദ്രനെയും സൃഷ്ടിച്ചത്. നമുക്ക് അറിയുന്ന വാക്കുകൾ മാത്രമാണ് ഇതിലുള്ളത്. വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ. അല്ലാഹ് പറയാണ്, വഹുവല്ലദീ അവനത്രേ ഖലഖൽ ലൈല വന്നഹാർ രാവിനെയും പകലിനെയും സൃഷ്ടിച്ചത്. ഈ രാവും പകലും ഇത്ര എടുത്തു പറയാൻ മാത്രം ഉണ്ട്. രാവും പകലും അള്ളാഹുവിൻ്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിൽ ആ കാര്യം നമുക്ക് കാണാം. 41-ാം അധ്യായം സൂറത്ത് ഫുസ്സിലത്ത് അതിൻ്റെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയണേ, വമിൻ ആയാതിഹി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അല്ലൈലു വന്നഹാർ രാവും പകലും. രാവും പകലും അള്ളാഹ് ചെയ്ത വലിയൊരു ദൃഷ്ടാന്താണ്. സുഹൃത്തുക്കളെ, നമുക്ക് പകലിൽ അധ്വാനിക്കാനും രാത്രിയിൽ അധ്വാനിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനും അള്ളാഹു സംവിധാനം തന്നു എന്നത് തന്നെ ആലോചിച്ചാൽ അക്കാര്യം നമുക്ക് മനസ്സിലാകും. പകലിൽ ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ റബ്ബിന് അർപ്പിക്കേണ്ട ഇബാദത്തുകളിൽ വീഴ്ച വരുത്താനും പാടില്ല. അല്ലെ, പകലിലുമുണ്ട് നമസ്കാരം, രാത്രിയിലുമുണ്ട് നമസ്കാരം. എന്നാൽ രാത്രിയിൽ കൂടുതലും നമുക്ക് വിശ്രമിക്കാനുള്ള, ഉറങ്ങാനുള്ള സമയമായിട്ടാണ് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത്. പകലിലാകട്ടെ കൂടുതലും നമ്മുടെ ഭൗതിക ജീവിത സന്ധാരണം തേടാനുള്ള അവസരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് അല്ലാഹ് പറയാണ്, സൂറത്തുൽ ഇസ്രാഇന്റെ 17-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനത്തിൽ, വജഅൽനൽ ലൈല വന്നഹാറ ആയതൈൻ രാവിനെയും പകലിനെയും നാം 2 ദൃഷ്ടാന്തങ്ങളാക്കി തന്നിരിക്കുന്നു. ഇപ്പൊ രാവും പകലും എന്നത് നല്ല ദൃഷ്ടാന്തങ്ങളാണ് എന്നതിനാണ് ഞാൻ ഈ ആയത്തുകൾ പറഞ്ഞത്. ഇപ്പൊ രാവിനെ പകലിൽ പ്രവേശിപ്പിക്കുക, എന്നിട്ട് നേരെ ഇങ്ങനെ വെളുത്തു വരിക. ആ പകലിനെ പിന്നെ കുറേ സമയം കഴിയുമ്പോൾ രാത്രിയിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിക്കുക. അപ്പൊ ഇരുട്ടിങ്ങനെ മൂടി വരിക. ഇതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ. അവൻ ഇതാ രാത്രിയെ പകലിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അങ്ങനെ സൂര്യൻ ഉദിച്ച് പകൽ നിങ്ങളിലേക്ക് വെളിച്ചം നൽകുന്നു. പിന്നെ അവൻ പകലിനെ രാത്രിയിലേക്കും പ്രവേശിപ്പിക്കുകയാണ്. അപ്പോൾ സൂര്യൻ അസ്തമിച്ച് ഇരുട്ട് മൂടുന്നു. ഇതൊക്കെ വലിയ ദൃഷ്ടാന്തമായി സൂറത്ത് ഫാത്തിറിന്റെ 13-ാം വചനത്തിലും മറ്റനേകം സ്ഥലങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ ഹജ്ജിന്റെ 61-ൽ പറഞ്ഞു, ذَلِكَ بِأَنَّ اللَّهَ يُولِجُ اللَّيْلَ فِي النَّهَارِ وَيُولِجُ النَّهَارَ فِي اللَّيْلِ وَأَنَّ اللَّهَ سَمِيعٌ بَصِيرٌ. സൂറത്തുൽ ലുഖ്മാനിലെ 29-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞു, അലം തറ അന്നല്ലാഹ യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വസഖറ ശംസ വൽ ഖമർ. അല്ലേ, സൂര്യനെയും ചന്ദ്രനെയും കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. സൂറത്തുൽ ഹദീദിൽ 6-ാം വചനത്തിൽ 57-ാം അധ്യായത്തിലെ 6-ാം വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വഹുവ അലീമുൻ ബിദാത്തിസ് സുദൂർ. ഞാൻ ഈ ആയത്തുകളൊക്കെ പറയാൻ കാരണം നമ്മുടെ പാഠപുസ്തകത്തിൽ കൂടി ഉണ്ട് എന്നതുകൊണ്ട് കൂടിയാണ്. ഇൻഷാ അല്ലാഹ് ഇത്തവണത്തെ നമ്മുടെ QHLSന്റെ വാർഷിക പരീക്ഷയിൽ നമുക്ക് സിലബസായി നിശ്ചയിച്ചിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ അംബിയാ. അപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയ എന്ന നിലക്കാണ് ചില ആയത്തുകൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയിട്ടുള്ളത്. അതല്ലാതെ ഈ വിഷയം നമുക്കറിയാത്തതുകൊണ്ടല്ല. രാവും പകലും അത് പ്രവേശിപ്പിക്കുന്ന കാര്യവും അതുമായി ബന്ധപ്പെട്ട ആയത്തുകളൊക്കെ പലതവണ നമ്മൾ കേട്ടതാണ്. എന്നാലും ഓർമ്മയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. സൂറത്തുൻ നൂർ 24-ാം അധ്യായം 44-ാം വചനത്തിൽ അല്ലാഹു പറയാണ്, യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ. കണ്ണുള്ളവർക്കൊരു ചിന്താവിഷയമുണ്ട് രാവിലും പകലിലും. രാവും പകലും മാറ്റിമറിച്ച് കൊണ്ടുവരുന്ന അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങളിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്ന നല്ലവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, രാവും പകലും ഒന്നും അധികം വിശദീകരിക്കേണ്ടതില്ല. ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ഇന്നാണ് കടന്നു, നേരം വെളുക്കുന്നില്ല. 6 മണിക്കൂറായി, 8 മണിക്കൂറായി. പിന്നെ നമ്മൾ തന്നെ സ്വയം ഉണരാൻ തുടങ്ങും.
അപ്പോൾ നോക്കുമ്പോൾ നേരം വെളുത്തിട്ടില്ല. പിന്നെയും നമ്മളിങ്ങനെ കാത്തിരുന്നു. അല്ല 10 മണിയായല്ലോ സമയം, എന്താ ഇത് നേരം വെളുക്കണില്ല, എന്തായിരിക്കും അവസ്ഥ? ആരാണ് നമുക്ക് പകലിനെ കൊണ്ടുവരിക? ഒരു ദിവസം നമ്മൾ പണി കഴിഞ്ഞ് വന്നിട്ടും വീട്ടിലിരുന്നിട്ടും പള്ളി പോയി വന്നിട്ടും നേരം ആണ് ഇരുട്ടാകണില്ല, സൂര്യൻ അസ്തമിക്കണില്ല, പകലെന്നെ. എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ച ചോദ്യമാണ് സുഹൃത്തുക്കളെ ഇത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ 71, 72 ആയത്തുകളിൽ നമ്മുടെ റബ്ബ് നമ്മോട് ചോദിച്ച ചോദ്യമാണിത്. അല്ലാഹ് ചോദിക്കാണ്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, രാത്രി എങ്ങാനും നിങ്ങൾക്ക് തുടർച്ചയായി നിന്നു കഴിഞ്ഞാൽ, തുടർച്ചയായി രാത്രി തന്നെ ഇങ്ങനെ, രാവ് തന്നെ ഇങ്ങനെ നിലനിന്നാൽ, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളു വരെ രാത്രി തന്നെ. മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിളിയാ അഫലാ തസ്മഊൻ. ആരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരിക? അവർ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? അടുത്ത ആയത്തിൽ അല്ലാഹ് ചോദിക്കുക, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങൾക്ക് പകലിനെ അള്ളാഹു മാറാതെ ഇങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാളു വരെ. മൻ ഇലാഹുൻ ഗൈറുല്ലാഹ് യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹി. നിങ്ങൾക്കൊന്ന് ഉറങ്ങിക്കിടക്കാൻ, ഒന്ന് ശാന്തമായി കിടന്നുറങ്ങാൻ രാത്രിയെ കൊണ്ടുവരുന്നവൻ ആരാണ്? അള്ളാഹു ഒഴികെ മറ്റേത് ഇലാഹാണുള്ളത്? അഫലാ തുബ്സിറൂൻ. എന്നിട്ടും അവർ കണ്ടു മനസ്സിലാക്കണില്ലേ? രാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടു മനസ്സിലാക്കണില്ലേ എന്നാ ചോദിച്ചത്. കാരണം എന്താ? രാത്രിയാണ് കേൾവി ശക്തി കൂടുക. ശാന്തമായ അന്തരീക്ഷമായിരിക്കും, ആര് എന്തു പറഞ്ഞാലും വേഗം കേൾക്കും, അല്ലേ? പതുക്കെ സംസാരിച്ചാൽ തന്നെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും. മൊത്തത്തിൽ ആകാശഭൂമി മൊത്തം ശാന്തമാകുന്ന അവസ്ഥയാണ് രാത്രിയിൽ. അതുകൊണ്ട് രാത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അഫലാ തസ്മഊൻ. എന്നാൽ പകൽ വെളിച്ചത്തിലാണ് നമുക്ക് കൂടുതലും വേഗത്തിൽ കാണുക, തെളിഞ്ഞു കാണുന്ന സമയം പകൽ സമയ. അതുകൊണ്ട് പകലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞു അഫലാ തുബ്സിറൂൻ എന്ന് മുഫസ്സിറുകൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ രാത്രി പകല് ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വരിക, ഇതൊക്കെ വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വമിൻ ആയാതിഹി, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാവും പകലും മാറി മാറി വരുന്നതിലുമൊക്കെ ചിന്തിക്കുന്നവർക്ക് ഗുണപാഠമുണ്ട്. അള്ളാഹു ആ ഗുണപാഠം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. രാത്രിയിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മഗ്രിബ് ആകുന്നതോടുകൂടി ആ ഒരു മഗ്രിബിൻ്റെ സമയം, സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം, ചെറിയ കുട്ടികളെയൊന്നും പുറത്ത് കളിക്കാൻ അനുവദിക്കരുത് എന്നും, ഹീന ഇതിൻ തൻതശിറു ശയാതീൻ, പിശാചിൻ്റെ ഉപദ്രവം കൂടുന്നൊരു സമയമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ പകലിൽ നിന്ന് വ്യത്യസ്തമായി രാത്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലി അടക്കണം, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വിളക്കുകൾ അണക്കണം, പാത്രങ്ങൾ മൂടണം, അല്ലേ? ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ രാത്രിയിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെ സൂക്ഷിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇങ്ങനെ ചില കാര്യങ്ങൾ രാത്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പകലിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം അദബുകൾ പാലിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. സുഹൃത്തുക്കളെ, ആയത്തിൻ്റെ അടുത്ത ഭാഗത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഒന്നുകൂടി ആയത്തിലേക്ക് നോക്കുക. വഹുവല്ലദീ, അവനാകുന്നു, ഖലഖൽ ലൈല, രാത്രിയെ സൃഷ്ടിച്ചത്, വന്നഹാറ, പകലിനെയും, വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാർ. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് സൂറത്തുൽ അംബിയായിലെ 33-ാമത്തെ ആയത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് അള്ളാഹു പറയുന്നത് രാവിനെയും പകലിനെയും സൃഷ്ടിച്ചത് അവനാണ് എന്ന കാര്യമാണ്. തുടർന്ന് അള്ളാഹു പറയുന്നു വശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതും അവനാണ്. അപ്പോൾ രാവ് പകല് എന്നത് വലിയ ദൃഷ്ടാന്തമായി എടുത്തു പറഞ്ഞ ഖുർആൻ
പിന്നീട് പറയുന്നത് സൂര്യനെയും ചന്ദ്രനെയും കുറിച്ചാണ്. ഇതും വിശുദ്ധ ഖുർആനിൽ പലതവണ ആവർത്തിച്ചു വന്നിട്ടുള്ള കാര്യമാണ്. ഇത് നാലും ഒരുമിച്ച് വന്ന ഒരായത്താണ് സൂറത്ത് ഫുസ്സിലത്തിലെ 37. വമിൻ ആയാതിഹി ലൈലു വന്നഹാറു വശംസു വൽ ഖമർ. വമിൻ ആയാതിഹി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് അൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ. സൂര്യനും ചന്ദ്രനും രാവും പകലും എന്ന് തന്നെ ഒരുമിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും പറഞ്ഞിട്ടുള്ള ധാരാളം പരാമർശങ്ങളുണ്ട്. വിശദമായി പറയുന്നില്ല, ചിലത് മാത്രം ഓർമ്മപ്പെടുത്താണ്. ഇപ്പോൾ സൂര്യനെ കുറിച്ച് പറഞ്ഞത് വജഅൽനാ സിറാജൻ വഹാജ, കത്തിജ്വലിക്കുന്ന ഒരു സൂര്യനാക്കി, കത്തിജ്വലിക്കുന്ന ഒരു വിളക്കാക്കി സൂര്യനെ നാം മാറ്റി തന്നു എന്നാണ്. ശരിക്കും ആ ഒരു പ്രയോഗം പോലും സൂര്യന് വളരെയധികം യോജിച്ചതാണ് എന്നാണ് ആധുനിക ശാസ്ത്രത്തിൻ്റെ പഠനം എത്തി നിൽക്കുന്നത്. കാരണം സൂര്യൻ സ്വയം പ്രകാശിക്കുകയാണ്, കത്തുകയാണ്. സൂര്യൻ അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ ചൂടും വെളിച്ചവുമാണ് സൂര്യൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. സിറാജം വഹാജ എന്ന വാക്കിന് ഏറ്റവും യോജിച്ച ഒരു രീതിയിൽ തന്നെയാണ് സൂര്യൻ്റെ നിലനിൽപ്പ് എന്നാണ്. ചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥലത്ത് പറഞ്ഞത് വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ വജഅല ശംസ സിറാജാ വജഅലൽ ഖമറ ഫീഹിന്ന നൂറാ, ചന്ദ്രനിൽ നാം പ്രകാശം നിറച്ചിട്ടുണ്ട്. വജഅല ശംസ സിറാജാ, സൂര്യനെ അവൻ കത്തുന്ന വിളക്കാക്കിയിട്ടുമുണ്ട്. ഇതൊക്കെ പഠനങ്ങൾ അറിയിക്കുകയാണ്. സൂര്യൻ സ്വയം ജ്വലിക്കുകയാണ്, കത്തിജ്വലിക്കുകയാണ്. എന്നാൽ ചന്ദ്രനാകട്ടെ അതിൻ്റെ പ്രകാശം തട്ടിയിട്ട് പ്രകടിപ്പിക്കുകയാണ്, പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. വേറെ സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു ഹുവല്ലദീ ജഅല ശംസ ളിയാഅ വൽ ഖമറ നൂറാ, സൂര്യനെ അവൻ സ്വയം കത്തുന്ന വെളിച്ചമാക്കിയിരിക്കുന്നു, ചന്ദ്രനെ അവൻ സാധാരണ വെളിച്ചവുമാക്കിയിരിക്കുന്നു. ലിയാ നൂറ് എന്ന് പറഞ്ഞാൽ രണ്ടും വെളിച്ചാണ്. പക്ഷെ എന്താ വ്യത്യാസം? ലിയാ എന്ന് പറഞ്ഞാൽ കത്തുമ്പുണ്ടാകുന്ന വെളിച്ചാണ്, നൂറ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഉണ്ടാകുന്ന വെളിച്ചാണ്. ഖുർആന്റെ പ്രയോഗം പോലും സൂര്യനും ചന്ദ്രനും എങ്ങനെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിലാണ് എന്ന് 10-ാം അധ്യായം 5-ാം വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് സൂര്യനെ കുറിച്ച് പഠിച്ചാൽ തന്നെ, ചന്ദ്രനെ കുറിച്ച് പഠിച്ചാൽ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാൻ കൂടും. ഈ നാലും എടുത്തു നോക്കൂ നിങ്ങൾ. സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകല്, ഇത് നാലുമാണ് സമയം. ഇത് നാലുമാണ് സമയം എന്ന് പറയുന്നത്. അതായത് ദിവസം, ആഴ്ച, മാസം, വർഷം, ഇതൊക്കെ മാറി മറിയുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇതിൻ്റെ നാലിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ഒരു രാവും ഒരു പകലും പിന്നിട്ടാൽ ഒരു ദിവസം. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഭൂമി അതിൻ്റെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങുമ്പോൾ ഒരു ദിവസം. ഇനി മൊത്തത്തിൽ കറങ്ങുമ്പോഴേക്ക് 365 ദിവസം, ഒരു വർഷം. അപ്പോഴേക്കും സൂര്യനെ അത് മറഞ്ഞിട്ടുണ്ടാകും, കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഓരോ ദിവസവും രാവും പകലും ഇങ്ങനെ മാറി മാറി വരും. അതിനെ തന്നെ സൂര്യൻ്റെ അകലെയും അടുപ്പവും തമ്മിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ മാറ്റം വരുന്നത് കൊണ്ട് 4 ഘട്ടമായിട്ട് ഇതിനെ തിരിക്കാൻ പറ്റും. ഇതൊക്കെ അമാനി മൗലവി റഹ്മഹുല്ല ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന ആയത്തിൻ്റെ വിശദീകരണമായി കൊടുത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ 4 കാലം ഏതൊക്കെയാണ്? അറബി ഭാഷയിൽ സാധാരണ പറയുക റബീഅ്, സ്വൈഫ്, ഖരീഫ്, ശിതാ എന്നാണ്. റബീഅ് എന്ന് പറഞ്ഞാൽ വസന്തകാലം, സ്വൈഫ് എന്ന് പറഞ്ഞാൽ വേനൽക്കാലം, ഖരീഫ് എന്ന് പറഞ്ഞാൽ ഹേമന്തകാലം, ശിതാ എന്ന് പറഞ്ഞാൽ ശൈത്യകാലം. ഇങ്ങനെ 4ആയിട്ട് കാലത്തെ തിരിക്കുന്നത് പോലും ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ആകാശത്തിൻ്റെയും രാവും പകലും മാറി മാറി വരുന്നതൊക്കെ കണക്കാക്കിയിട്ടാണ്. അതുകൊണ്ട് ഒന്നിച്ചൊരായത്തിൽ അള്ളാഹു പറഞ്ഞു വഹുവല്ലദീ ജഅല അല്ലൈല വന്നഹാറ വശംസ വൽ ഖമർ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ. അള്ളാഹു ആണ് സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും സൃഷ്ടിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്.
ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ സംവിധാനിച്ചതിൻ്റെ ആ രൂപവും രീതിയും എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ അകലം എത്രയാണ് ഭൂമിയിൽ നിന്ന്? 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ മാത്രം വലുപ്പമാണ് സൂര്യന് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പക്ഷേ നമുക്ക് എത്ര ചെറുതായിട്ടാണ് തോന്നുന്നത്. അത്രയും ദൂരെയാണ് സൂര്യനെ അള്ളാഹു ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയി വെച്ചത്. എന്തേ കാരണം? അല്ലെങ്കിൽ ചൂട് കാരണം കത്തിക്കരിഞ്ഞു പോകും എന്നത് തന്നെ. സുഹൃത്തുക്കളെ, ആ സൂര്യനെ 1 മൈൽ മുകളിലേക്ക് കൊണ്ടുവരുന്നൊരു ദിവസമില്ലേ? 1 മൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയാണ്, ഞങ്ങൾ 2 കാര്യത്തിന് മൈൽ എന്ന് ഉപയോഗിക്കും. അത് ഏത് മൈലാന്ന് ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയണില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ഒന്ന്, സാധാരണ നമ്മൾ കിലോമീറ്റർ കണക്ക് പറയില്ലേ, ആ മൈലാണെങ്കിൽ. രണ്ടാമത്തത് എന്താ അറിയോ? സുറുമയിടുന്ന കോല്. സുറുമയിടുന്ന കോലിനാണ് മൈൽ എന്ന് മറ്റൊരു പ്രയോഗം. ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിമാര് പറയാ. ആ ചുട്ടുപൊള്ളുന്ന സൂര്യനെ നമ്മുടെ അടുക്കലേക്ക് അള്ളാഹു കൊണ്ടുവരും. ഒരു സംശയമൊന്നും വേണ്ട ഇതിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രത്യേകം അനുഗ്രഹം കൊണ്ട് തണൽ ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കൃത്യമായ കാര്യം നോക്കി നിങ്ങൾ. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, അതൊക്കെ അതിൻ്റെ കണക്കനുസരിച്ച് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വേറെ സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കുല്ലു യജ്രി ലി അജലിൻ മുസമ്മ. അലംഘനീയമായ ഒരു നിയമത്താൽ അതിങ്ങനെ സഞ്ചരിക്കുന്നു. ഒരു കൃത്യമായ നിയമവും നിർദ്ദേശവും അതിന് അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ കണക്കനുസരിച്ച് അതിങ്ങനെ സഞ്ചരിക്കുകയാണ്. 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ 2-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ. അവൻ നിങ്ങൾക്ക് സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തി തന്നിരിക്കുന്നു. അവയെല്ലാം അലംഘനീയമായ നിയമത്താൽ, സുഭദ്രമായ വ്യവസ്ഥയാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സൂറത്തു സുമർ 5-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസഖറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലി അജലിൻ മുസമ്മാ. അത് തെറ്റുന്ന അന്ന് എന്ത് ചെയ്യും? ഇദ ശംസു കുവ്വിറത്, ഇദ സമാഉ ശഖ്ഖത്, ഇദ സമാഉ ഫതറത്, വഇദൽ കവാകിബു ഇൻതസറത്, വഇദൽ ബിഹാറു ഫുജ്ജിറത്, വഇദൽ ഖുബൂറു ബുഇസിറത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആകാശമൊക്കെ തകരും, സൂര്യനൊക്കെ അതിൻ്റെ പ്രഭ കെട്ടുപോകും, നക്ഷത്രങ്ങളൊക്കെ ഉതിർന്നു വീഴും, ചന്ദ്രന് വെളിച്ചല്ലാതെയാകും, അതിലൊക്കെ ഗ്രഹണം ബാധിക്കും. കുസിഫത്ത് എന്നാ ചില സ്ഥലത്ത് പറഞ്ഞത്, ഗ്രഹണം ബാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭീകരമായ ദിവസത്തിലും അമൽ കൊണ്ട് രക്ഷപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സ്ഥലത്ത് അല്ലാഹു പറയണേ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. എന്താ പറഞ്ഞേ? ഏതാ സൂറത്ത്? 55-ാം അധ്യായം സൂറത്തു റഹ്മാനിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാകുന്നു. സൂര്യനും ചന്ദ്രനും ഒരു കണക്കനുസരിച്ചാണ് സഞ്ചരിക്കുന്നത്. സുഹൃത്തുക്കളെ, വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സൂര്യനെ സൃഷ്ടിച്ച, ആ ചന്ദ്രനെ സൃഷ്ടിച്ച, ആ രാവിനെ സംവിധാനിച്ച, ആ പകലിനെ സംവിധാനിച്ച അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാനാണ് ഇതൊക്കെ അള്ളാഹ് പറയുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞ ആയത്തുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിലെ 37 നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിന്റെ ബാക്കി എന്താ? വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമർ ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ. സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യല്ല. സൂര്യഗ്രഹണം അല്ല, സൂര്യ നമസ്കാരം, സൂര്യന് സുജൂദ് ചെയ്യുക, ചന്ദ്രനെ ആരാധിക്കുക, അങ്ങനത്തെ ആളുകളുണ്ട്.
അല്ല പറയാ നിങ്ങൾ ചെയ്യേണ്ടത് എന്തറിയോ? വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, ആ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് ചെയ്തോളൂ. മനസ്സിലാണ്ടോ പറയണത്? അമ്പിയാക്കളോടും ഔലിയാക്കളോടൊന്നും നിങ്ങൾ തേടണ്ട, അവരെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് തേടിക്കൊളീൻ. സൂര്യനെയും ചന്ദ്രനെയും നിങ്ങൾ ആരാധിക്കണ്ട, അവയെ സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിച്ചോളൂ. തൗഹീദ് സ്ഥാപിക്കുകയാണ് ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സൂര്യഗ്രഹണം ഉണ്ടായ സമയത്ത് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരിക്കുകകൂടി ചെയ്തപ്പോൾ പ്രപഞ്ചം പോലും ദുഃഖം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതൊരു ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ട് കണ്ടോ എല്ലാവരും എന്നെ കുറിച്ച് മനസ്സിലാക്കിയത് എന്ന് പറയല്ല ചെയ്തത്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിലെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻകസിഫാനി ലി മൗതി അഹദിൻ വലാ ലി ഹയാതി, ഒരാളുടെ ജനനം കൊണ്ടോ മരണം കൊണ്ടോ സൂര്യനും ചന്ദ്രനും ഒന്നും സംഭവിക്കാൻ പോണില്ല. മറിച്ച് സൂര്യന് ഗ്രഹണമുണ്ടാകുന്നത് വലാകിന്നല്ലാഹ തആല യുഖവ്വിഫു ബിഹാ ഇബാദഹു, അടിമകളെ അള്ളാഹു ഒന്ന് പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അങ്ങനെ സംഭവിച്ചാൽ ആ ഗ്രഹണം നീങ്ങുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കണം. നമസ്കാരത്തിൻ്റെ പേര് സലാത്തുൽ കുസൂഫ് അല്ലേ, ഗ്രഹണ നമസ്കാരം. മറ്റു നമസ്കാരങ്ങളിൽ നിന്ന് അതിനെ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താ? ഓരോ റക്അത്തിലും 2 റുക്കൂകളുണ്ട് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ ഓതി ദീർഘമായ സൂറത്തുകൾ ഓതി റുക്കൂയിലേക്ക് പോയി ദീർഘമായ റുക്കൂ ചെയ്ത് റുക്കൂയിൽ നിന്ന് ഉയർന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുകൾ ഓതി വീണ്ടും ദീർഘമായ റുക്കൂ ചെയ്ത് ദീർഘമായ സുജൂദ് ചെയ്ത് സുജൂദിൽ കിടന്ന് കരഞ്ഞ് ആഹ് ആഹ് എന്ന് പറഞ്ഞ് വിലപിക്ക രംഗങ്ങളൊക്കെ ഗ്രഹണ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. പേടിപ്പിക്കുന്നതാണ് അള്ളാഹു ഗ്രഹണത്തിലൂടെ എന്നാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. സുഹൃത്തുക്കളെ നോക്കൂ നിങ്ങൾ, ആ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന ഒരു ദിവസം വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമുസ്സാഅ ഹത്താ തത്ലുഅ അശ്ശംസു മിൻ മഗ്രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കാതെ ലോകം അവസാനിക്കുകയില്ല. ഫഇദാ തലഅത്, അങ്ങനെ സൂര്യൻ പടിഞ്ഞാറ് നിന്നങ്ങ് ഉദിച്ചാൽ വറാഹന്നാസു ആമനു അജ്മഊൻ, എല്ലാവരും കാണാം ഞങ്ങൾ മുഅ്മിനാകാ എന്ന് പറയും. വദാലിക ഹീന ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ, ഒരാളും അന്ന് മുസ്ലിം ആയതുകൊണ്ട് അന്ന് മുഅ്മിനായതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. ഒരു ദിവസം കണ്ട് സൂര്യൻ പടിഞ്ഞാറിന്ന് ഇങ്ങനെ ഉദിക്കണ്, എല്ലാവരും പറയും ഞങ്ങളൊക്കെ നന്നാകുക കേട്ടോ, അതുകൊണ്ട് ഒരു കാര്യവും ഉണ്ടാവുകയില്ല എന്നാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സൂര്യനും ചന്ദ്രനുമൊക്കെ വലിയ 2 ദൃഷ്ടാന്തങ്ങളാണ് എന്നും അവയൊക്കെ അതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു പറയുന്നത്, ചില ആളുകൾക്കൊക്കെ വല്ലാത്തൊരു മോഹം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് മരിച്ചു കിട്ടണം, ശല്യം തീരണം. അമാനി മൗലവി റഹിമഹുല്ല കൃത്യമായി ഇത് വിശദീകരിക്കുന്നുണ്ട്, അവരുടെ ഓരോ ആഗ്രഹങ്ങളുടെ വാചകങ്ങൾ. ഈ മുഹമ്മദിൻ്റെ ഒന്ന് കഥ കഴിയണം, ഈ മുഹമ്മദ് ഒന്ന് മരിച്ചു കിട്ടണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് നടന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് എന്തറിയോ? അടുത്ത ആയത്ത് നോക്കുക. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇം മിത്ത ഫഹുമുൽ ഖാലിദൂൻ. ഇത് ഞാൻ അധികം വിശദീകരിക്കേണ്ടതില്ല, കാരണം മരണവുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തിൽ വന്ന ആയത്ത് വിശദീകരിച്ചപ്പോൾ ഈ ആയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കും അള്ളാഹു സ്ഥിരതാമസത്തിന് അവകാശം കൊടുത്തിട്ടില്ല, അനുവാദം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് കവി പാടിയത്, ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ.
ലോകത്ത് ഏതെങ്കിലും ഒരാൾക്ക് സ്ഥിരം താമസിക്കാൻ അവസരമുണ്ടാകുമായിരുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരം താമസിക്കുമായിരുന്നു. പക്ഷെ താമസിച്ചോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിട്ടണം, പ്രവാചകന്റെ കഥ കഴിയണം, ഇതിൻ്റെ കാലൊന്ന് തീരണം എന്നൊക്കെ ആഗ്രഹിച്ച ആളുകളോട് അള്ളാഹു പറയാണ്, വമാ ജഅൽനാ ലിബശർ, ഒരു മനുഷ്യനും നാം കൊടുത്തിട്ടില്ല, മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പ്, അൽ ഖുൽദ്, സ്ഥിരതാമസത്തിനുള്ള അവസരം. എന്താണ് വാചകം? വമാ ജഅൽനാ, നാം ആക്കിയിട്ടില്ല, ലിബശരിൻ, ഒരു മനുഷ്യനും, മിൻ ഖബലിക, താങ്കൾക്ക് മുമ്പ്, അൽ ഖുൽദ്, സ്ഥിരവാസം, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല, നശിക്കാത്ത അവസ്ഥ നൽകിയിട്ടില്ല. അഫ ഇമ്മിത്ത, എന്നിരിക്കെ താങ്കൾ തന്നെ മരിക്കണം നല്ല പോലെ ആഗ്രഹം, താങ്കൾ തന്നെ മരിച്ചാൽ ഫഹുമുൽ ഖാലിദൂൻ, പിന്നെ ഓലുണ്ടാവുമോ? വല്ലാത്തൊരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കണം എന്ന് ആഗ്രഹിച്ച് നടന്ന ആളുകളോട് അള്ളാഹ് ചോദിക്കുകയാണ്, റസൂലേ നിങ്ങളും മരിക്കും, നിങ്ങൾ മരിച്ചാണ്ടോ ഓലുണ്ടാവണു? ഒരാൾക്കും ഞാൻ സ്ഥിരം താമസിക്കാൻ അവസരം കൊടുത്തിട്ടില്ല, പിന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന താങ്കളെ ഞാൻ എന്നിലേക്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെയുണ്ടോ ഇവരെവിടെ ബാക്കിയാക്കണു? ഫഹുമുൽ ഖാലിദൂൻ, ഇവരുണ്ടോ എന്നെന്നും ജീവിക്കുന്നു? ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാണില്ലേ? എന്തുകൊണ്ടാ ചോദ്യം വന്നു എന്ന് മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കണമെന്ന് ആഗ്രഹിച്ച ദുഷ്ടന്മാരായിരുന്നു അവർ. അവരോടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ജഅൽനാ മിൻ ഖബലികൽ ഖുൽദ്, ഓ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല. അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, അഫ ഇമ്മിത്ത, താങ്കൾ അങ്ങ് മരിച്ചുപോയാൽ, ഫഹുമുൽ ഖാലിദൂൻ, ഇവരുണ്ടോ സ്ഥിരം താമസിക്കുന്നു? ഇവരുണ്ടോ നിത്യജീവികളായി കഴിഞ്ഞുകൂടുന്നു? ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത്, ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തൂൻ, റസൂലേ നിങ്ങൾ മരിക്കും, അവരും മരിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. അടുത്ത ആയത്ത് കൂടി നോക്കുക, എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തിന്റെ രുചി എന്തെന്നറിയും, ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. പല സ്ഥലത്ത് ഖുർആൻ പറഞ്ഞൊരു കാര്യമാണ് അല്ലേ? ഖുർആന്റെ 3-ാം അധ്യായം സൂറത്തു ആൽ ഇംറാനിലെ 185-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമഹ ഫമൻ സുഖ്സിഅ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്നഹ ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാവരും മരിക്കും. അന്ത്യനാളിലാണ് കർമ്മങ്ങളുടെ സമ്പൂർണ്ണ പ്രതിഫലം നൽകപ്പെടുക. അവിടെ സ്വർഗവും നരകവും തീരുമാനിക്കും. ആർ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നുവോ, ഫഖദ് ഫാസ്, അവനാണ് വിജയി. കാരണം വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഇഹലോക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ചരക്കാണ്, കബളിപ്പിക്കുന്ന വിഭവമാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് എല്ലാവർക്കും മരിച്ചു പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായാൽ നമ്മളൊക്കെ നന്നാവും. നമ്മൾ മരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാത്തത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലസ്സാത്ത്, മരണമെന്ന ചിന്ത, ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്ന ആ മരണം, അതിനെക്കുറിച്ച് ധാരാളമായി നിങ്ങൾ ചിന്തിച്ചോളൂ. എന്തിനാ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്? നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ച് ഓർമ്മ വരാൻ, മരണത്തെക്കുറിച്ച് ചിന്തയുണ്ടാകാൻ. ഈ കളിയും ചിരിയും പെരുമ നടിക്കലും, എനിക്ക് കുറേ പൈസ ഉണ്ട്, എനിക്ക് നല്ല കാറുണ്ട്, എനിക്ക് നല്ല വീടുണ്ട്, എനിക്ക് നല്ല മക്കളുണ്ട്, എൻ്റെ ഭാര്യ ഉണ്ടോ, എൻ്റെ ഭർത്താവ് നോക്കിയൊക്കെ എന്നൊക്കെ ഈ പറച്ചിൽ മരിക്കണ വരെയുള്ളൂ. ഖുർആൻ പറഞ്ഞ എന്താ? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അൽഹാകുമുത് തകാസുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട് എന്ന ചിന്ത,
നിങ്ങളെ നന്മയെ തൊട്ട് അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ കബറിടം സന്ദർശിക്കുന്നത് വരെ, നിങ്ങൾ കബറിടം സന്ദർശിക്കുന്നത് വരെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ കബറിൻ്റെ അടുത്ത് പോയിട്ട് സന്ദർശിക്കുക എന്നുള്ള അർത്ഥത്തിലേ അല്ല. പിന്നെ എന്താ? ഹത്താ ദുഫിൻതും ഫിൽ ഖുബൂർ, അങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്. എന്താ പറഞ്ഞേ? ദുഫിൻതും ഫിൽ ഖുബൂർ, നിങ്ങൾ കബറിൽ കൊണ്ടുപോയി വെക്കപ്പെടുന്നത് വരെ. മരിച്ചിട്ട് നിങ്ങളെ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് വരെയുള്ളൂ ഈ കളി ചിരിയൊക്കെ. അതാണ് ഹത്താ സുർത്തുമുൽ മഖാബിർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സുഹൃത്തുക്കളെ, ഈ മേനി മണ്ണിലേക്ക് വെക്കുന്നത് വരെ തന്നെ ഉള്ളൂ എല്ലാ ആളാകലും. അൽഹാകുമുത് തകാസുർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, മുഹമ്മദ് അമാനി മൗലവി റഹ്മഹുല്ല ഈ പറഞ്ഞ സൂറത്തു തകാസുറിൻ്റെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന ആയത്തുകൾ വിശദീകരിക്കുമ്പോൾ എടുത്തു കൊടുക്കുന്നുണ്ട്. യഖൂലു ബിനു ആദം മാലി മാലി. മനുഷ്യന്മാർ പറയാണ് പൈസ പൈസ. നീ തിന്നതും നീ ഉടുത്തതും നീ ഉപയോഗിച്ചതുമല്ലാത്ത എന്തെങ്കിലും നിന്റേതായുണ്ടോ മനുഷ്യ? അമാനി മൗലവി റഹ്മത്തുള്ളാഹി കൊടുക്കുന്ന ഹദീസ് എന്താണെന്നറിയോ? ഓരോ മനുഷ്യൻ്റെയും ഒരു പ്രത്യേകത, അവന് ലൗ അന്ന ലിബ്നി ആദം വാദിയാൻ വാദിയൻ മിൻ ദഹബ്, സ്വർണത്തിൻ്റെ ഒരു താഴ്വര മനുഷ്യനാണ് കൊടുത്താൽ അവൻ ആഗ്രഹിക്കും അയ്യക്കൂര വാദിയാനി, ശരിക്കും രണ്ടെണ്ണം വേണല്ലേ. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഒരു താഴ്വര മുഴുവൻ സ്വർണമാക്കി നമ്മളെ മുന്നിലാണ് തന്നാലും എനിക്ക് ഇനി ഒന്നും വേണ്ട, ഒരു താഴ്വര മുഴുവൻ സ്വർണ്ണുണ്ട്, എനിക്ക് ഇനി എന്തിനാ വേറെ, ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോളി ഇതിന്ന് കുറച്ച് എന്നല്ല മനുഷ്യൻ പറയാ. പിന്നെന്താ പറയാ? അഹബ്ബ അയ്യക്കൂന വാദിയാനി. അവൻ ചിന്തിക്കും ശരിക്കും ഒരു രണ്ടെണ്ണമൊക്കെ അല്ലാതെ ഇപ്പം എന്താ, എന്നാ രണ്ടെണ്ണം കിട്ടിയാൽ മതിയാവുമോ? ഇല്ല. ആ ഹദീസിൻ്റെ അവസാന ഭാഗത്ത് കാണാം, വലം യംലഫാഹു ഇല്ല തുറാബ്, മണ്ണ് കൊണ്ടല്ലാതെ അവൻ്റെ വായ നിറക്കാൻ കഴിയൂല. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? മരിച്ചു പോകുമ്പോഴല്ലാതെ ആഗ്രഹം തീരൂല. എന്താ നമ്മുടെ ആയത്ത്? എന്തായത്ത്? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹ് പറയാണ്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, മരണത്തിന്റെ രുചി അനുഭവിക്കുക തന്നെ ചെയ്യും. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഒരു പരീക്ഷണം എന്ന നിലക്ക് നന്മ തന്നുകൊണ്ടും തിന്മ തന്നുകൊണ്ടും ഞാൻ നിങ്ങളെ പരിശോധിക്കും. വനബ്ലൂകും, ഞാൻ നിങ്ങളെ പരിശോധിക്കും. ബിൽ ഖൈരി ബിശ്ശർരി വൽ ഖൈരി, നന്മ തന്നുകൊണ്ടും തിന്മ തന്നുകൊണ്ടും, ഫിത്ന, ഒരു പരീക്ഷണം എന്ന നിലക്ക്. ഇവിടെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്തറിയോ? നമുക്ക് കിട്ടുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും മാത്രമല്ല പരീക്ഷണം, നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളും പരീക്ഷണമാണ്. നമുക്ക് കിട്ടുന്ന സൗകര്യം പരീക്ഷണം, നമ്മുടെ സമ്പത്ത് പരീക്ഷണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ ഉമ്മത്തിനെയും പരീക്ഷിക്കാൻ അള്ളാഹു ഒരു വസ്തുവിനെ കൊടുക്കും. ഈ ഉമ്മത്തിനെ അള്ളാഹു പരീക്ഷിക്കാൻ തന്നത് സമ്പത്താണ്, പൈസയാണ്. അപ്പോൾ പൈസ അനുഗ്രഹം മാത്രമല്ല, പറഞ്ഞോളി, പരീക്ഷണമാണ്. മക്കൾ അനുഗ്രഹമാണ്, ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? എന്നാൽ ആ മക്കളെ കുറിച്ചും പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണമാണ് കേട്ടോ. മക്കൾ അനുഗ്രഹമാണ്, പക്ഷെ നിങ്ങൾ പറഞ്ഞോളി പരീക്ഷണമാണ്. അതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, നന്മ തന്നുകൊണ്ടും തിന്മ നൽകിക്കൊണ്ടും നാം നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി പരീക്ഷിക്കും. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, വ ഇലൈന തുർജഊൻ, നിങ്ങളൊക്കെ മടക്കപ്പെടുക എന്നിലേക്ക് തന്നെയാണ്. ഇവിടെ കുറേ പരീക്ഷണവും പ്രയാസമൊക്കെ ഉണ്ടാവും, സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചാൽ എൻ്റെ അടുത്തേക്കല്ലേ നിങ്ങൾ വരിക, സ്വർഗം കിട്ടും. അതല്ല പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടോ, എൻ്റെ അടുത്തേക്കല്ലേ നിങ്ങൾ വരിക, നിങ്ങൾക്ക് നരകമായിരിക്കും. രണ്ടർത്ഥം അതിനുണ്ട്. വ ഇലൈന തുർജഊൻ, നമ്മിലേക്കാണ് നിങ്ങൾ മടങ്ങുക, നിങ്ങളുടെ മടക്കം നമ്മിലേക്കാണ് എന്ന ബോധം നിങ്ങൾ നിലനിർത്തിക്കോ.
ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പറയണത് എന്താ? അൽഹംദുലില്ലാ അല്ലദി യഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിൻ നുശൂർ. മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ച അല്ലാഹുവേ നിനക്കാണ് സ്തുതി, ഇനി നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങൾ വരാനുള്ളത്. ഇതാ ഞങ്ങൾ മരിച്ചു കിടക്കുകയായിരുന്നു, ഇതാ ഇപ്പൊ ഞങ്ങൾക്ക് ജീവൻ തന്നു, ഇനി മരിച്ചു വരാനുള്ളതും നിന്നിലേക്ക് തന്നെയാണ് റബ്ബേ എന്ന ബോധം നിലനിർത്തുകയാണ്. ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ പറയുന്ന വാചകം എന്താണ്? ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യാ. മരിക്കണതും ജീവിക്കണതൊക്കെ പടച്ചോനെ നിന്റെ നാമത്തിലാണ്, മരിക്കാണ് എന്നുള്ള ബോധത്തിലാണ് ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. അതുകൊണ്ട് ആ മരണം എപ്പോൾ എവിടെ വെച്ച് എങ്ങനെ വന്നാലും സുഹൃത്തുക്കളെ, മുഅ്മിനായി മരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, കലിമ ചൊല്ലി മരിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അള്ളാഹു അതിന് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ 4 ആയത്തുകൾ, ആദ്യത്തെ ആയത്ത് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ ആകാശവുമായി ബന്ധപ്പെട്ടതും, ഇന്ന് പറഞ്ഞ 2ാമത്തെ ആയത്ത് രാവ് പകല് സൂര്യൻ ചന്ദ്രൻ എന്ന ദൃഷ്ടാന്തങ്ങളെ പറ്റിയുമാണെങ്കിൽ, ഇന്നെടുത്ത 3ാമത്തെ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിട്ടാൻ ആഗ്രഹിച്ചവർക്ക് മറുപടി എന്നോണം അള്ളാഹു പറഞ്ഞു, ഓ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് സ്ഥിരം താമസിക്കാൻ ആർക്കും അവസരം കൊടുത്തിട്ടില്ല, അപ്പോൾ പിന്നെ താങ്കൾ മരിച്ചാൽ ഇവരുണ്ടോ സ്ഥിരം താമസിക്കുന്നു എന്ന വല്ലാത്തൊരു ചോദ്യം ആണെങ്കിൽ, ഇന്ന് നമ്മളെടുത്ത 4ാമത്തെ ആയത്ത് അഥവാ ഈ സൂറത്തിലെ 35ാമത്തെ ആയത്ത് അള്ളാഹു പറയുന്നത് എല്ലാവരും മരിക്കും. ഇഹലോക ജീവിതത്തിൽ പരീക്ഷണം എന്ന നിലക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും, കയറ്റവും ഇറക്കവും ഉണ്ടാകും. ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ദുഃഖം തന്നുകൊണ്ടും സന്തോഷം തന്നുകൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. ആരോഗ്യം തന്നുകൊണ്ടും രോഗം തന്നുകൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. പട്ടിണി തന്നുകൊണ്ടും പണം തന്നുകൊണ്ടും അള്ളാഹു പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അല്ലാഹു അവസാനിപ്പിച്ചിട്ടുള്ളത്. ആ റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണെന്ന ബോധത്തോടെ ഏത് പരീക്ഷണത്തിലും ഖൈർ കിട്ടുമ്പോൾ ശുക്ർ കാണിച്ച്, ഷർറ് വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ സ്വബർ കാണിച്ച്, തിന്മകളിൽ അകപ്പെടാതെ നന്മകൾ വിസ്മരിക്കാതെ മുന്നോട്ട് പോകുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ വന്നുപോയ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിന്റെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണം യാ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.